ഒരു ക്ലൗഡ് ട്രിങ്കറ്റ് ഉണ്ടാക്കിയാലോ? വെൽക്കം ടു പാർട്ട് 6 ഓഫ് ഡെസ്ക് മേക്ക് ഓവർ സീരീസ്. ഈ കാണുന്ന ക്ലേ വാങ്ങിച്ചിട്ട് കുറച്ചധികം ദിവസമായി. തുറന്ന് നോക്കിയപ്പോഴല്ലേ ഞാൻ വിചാരിച്ച ക്ലേ അല്ല, ഒരു വൈറ്റ് കളർ ക്ലേ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും ചെയ്തല്ലേ പറ്റൂ, നമുക്കൊരു അറ്റംപ്റ്റ് നടത്തി നോക്കാം. അത്ര പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പരത്തിയത് ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺസിലർ കൊണ്ടും പിന്നെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്പോഞ്ച് നനച്ച് അത് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇടവിട്ടിട്ട് മടക്കി കൊടുക്കുക, സിമ്പിൾ പരിപാടി. ഈ ഷേപ്പാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്, അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം ഇത് ഭയങ്കര പാച്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും പെയിൻ്റൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നോ. ആദ്യമേ തന്നെ 2 കോട്ട് വൈറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് ക്ലൗഡുകളും കൂടെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലൗഡ് ട്രിങ്കറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ചുകൂടെ ഷൈനിങ്ങിന് വാർണിഷൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിൾ അല്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.